പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്, ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ആമേൻ ആമേൻ പറയുകയാണ്. സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം, അതാണ് ഈ ശുശ്രൂഷകൾക്കകത്തെ ആത്യന്തികമായ ദൂത്. സ്ഥിരപ്പെടുത്തുവാൻ കഴിയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ ആമേൻ ആമേൻ. നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ. ആ ആശയങ്ങളെയാണ് നമ്മുടെ സന്ദേശങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവാത്മാവ് നൽകി തരുവാനിടയായിട്ടത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. വായിച്ചതനുസരിച്ച് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനും പ്രസംഗത്തിനും ഒത്തവണ്ണമുള്ള ഒരു സ്ഥിരീകരണം നടക്കണം. എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, എങ്ങനെയെങ്കിലും അല്ല, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണമാണ് ഒരു സ്ഥിരപ്പെടൽ. എങ്ങനെയെങ്കിലും സ്ഥിരപ്പെടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ കൊണ്ട് തീരുമോ? ഇല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. മേളിലോട്ട് പോകണം. പ്രവാചകന്മാരിലൂടെ എഴുത്താകുന്ന മർമ്മം, ആ കാലഘട്ടത്തിൽ നിശബ്ദമായിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ സഭ എന്ന മർമ്മത്തെക്കുറിച്ച് മുൻകൂട്ടി എഴുതിയിട്ടുണ്ട്. അതിനൊത്തവണ്ണമാണ്. ആമേൻ. അപ്പൊ പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ വെളിപ്പെട്ട മർമ്മത്തിനൊത്തവണ്ണം, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനൊത്തവണ്ണം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനൊത്തവണ്ണം. ആമേൻ ഹല്ലേലൂയ. അവിടം കൊണ്ട് തീരുവോ? അവിടം കൊണ്ടും തീരുന്നില്ല. അല്പം കൂടെ മുന്നോട്ട് പോകണം. മേളിൽ എഴുതിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ സന്ദേശം. ഹല്ലേലൂയ. ജാതികൾക്ക് വിശ്വാസത്തിന്റെ അനുസരണം ആകേണ്ടതിന്. ആമേൻ ഹല്ലേലൂയ. ജാതികൾക്ക് വിശ്വാസത്തിന് അനുസരണമാകേണ്ടതിന്. ഹല്ലേലൂയ. അപ്പം ജാതികളെ കുറിച്ച് ദൈവം മുൻകൂട്ടി ആഗ്രഹിക്കപ്പെട്ട ആ ഒരു ദൈവീയ ആഗ്രഹമുണ്ട്. അതാണ് ഇന്ന് തുറന്നു കൊണ്ടുവരുന്നത്. അതിൻ്റെ ആ അനുസരണത്തിനൊത്തവണ്ണം, ഞാൻ കഴിഞ്ഞ ആഴ്ച അല്പം കൂടെ വ്യത്യസ്തപ്പെടുത്തി ആത്മാവിന്റെ അനുസരണം എന്നൊരു വിഷയത്തെ ആണ് സംസാരിച്ചത്. ഇന്ന് കൃത്യം ആ വാക്യത്തിനകത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. അപ്പം ജാതികളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണോ, ആമേൻ ഹല്ലേലൂയ, ഈ അന്ത്യകാലത്തിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുയേശുവിൽ ഒന്നാക്കി മാറ്റുന്ന ആ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയാകുന്ന ആ മഹിമാധനത്തിന്റെ ഇടപെടൽ, ഹല്ലേലൂയ, വെറും ജാതിയും ജഡവുമായ ആൾക്കാരിലേക്ക് വിശ്വാസം നിമിത്തമായി ചേർന്നപ്പോൾ ജാതികളുടെ അനുസരണം സംഭവിക്കപ്പെടുകയും അതിനൊത്തവണ്ണം, ആമേൻ, പ്രവാചകന്മാരുടെ എഴുത്തുകൾക്കൊത്തവണ്ണം, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനൊത്തവണ്ണം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനൊത്തവണ്ണം. അവിടെ കൊണ്ടും തീരുന്നില്ല. ഒരു മഹാനിയോഗത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പ്രസംഗിച്ചു. ഹല്ലേലൂയ. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ, ഹല്ലേലൂയ, സഭ എന്ന ദൈവ മർമ്മത്തെ ദൈവം റിവീൽ ചെയ്യാൻ വേണ്ടി ഒരു നിത്യ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെട്ടു. ഞാൻ അടുക്കോടെ പറയാം. ഹല്ലേലൂയ. ഈ സ്ഥിരീകരണം, ഹല്ലേലൂയ, ഈ സ്ഥിരപ്പെടൽ, ഈ നടത്തപ്പെടൽ, സഭ ഭൂമിയിൽ സ്ഥിരപ്പെടുക എന്നുള്ളത് നിത്യ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. ഒരു കാലഘട്ടം മുഴുവൻ നിശബ്ദമാക്കപ്പെട്ടു. ആമേൻ. ഒരു കാലഘട്ടം മുഴുവൻ നിശബ്ദമാക്കപ്പെടുകയും എന്നിട്ട് ഈ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത ആ ദൈവ പദ്ധതിയെ
ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഇടപെടൽ നിമിത്തമായി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. ആ ഭാഗമാണ് വിശദീകരിക്കുന്നത്. മുൻപ് മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതും ഹല്ലേലൂയ നിത്യ ദൈവത്തിന്റെ നിയോഗമായി, ഹല്ലേലൂയ ജാതികൾക്ക് വിശ്വാസത്തിന്റെ അനുസരണമായി, ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ വെളിപ്പെട്ട മർമ്മമായി, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനൊത്തവണ്ണമായി, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനൊത്തവണ്ണമായി സഭയ്ക്ക് കൃത്യമായി മാറ്റമില്ലാത്ത ഒരു നിവർത്തി സംഭവിക്കാൻ പോവുക. ഇതിനകൂടെ ആര് നിന്നില്ലെങ്കിലും കർത്താവ് അത് ചെയ്യും. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ക്രൈസ്റ്റ് വെളിപ്പെട്ടാൽ സഭ വെളിപ്പെട്ടിരിക്കും. ഒന്ന് രാമൻ പറയാമോ? നിങ്ങളുടെ മേലുള്ള വിശ്വാസമോ നിങ്ങളുടെ മേലുള്ള ഉറപ്പോ അല്ല, ക്രൈസ്റ്റിന്റെ മേലുള്ള ഉറപ്പാണ് സഭ വെളിപ്പെടുമെന്നുള്ളത്. സഭയെക്കുറിച്ച് പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ ചെറിയ 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 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി വെളിപ്പെട്ടത് സഭയെക്കുറിച്ചായിരുന്നില്ല, ക്രൈസ്റ്റിനെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ഏദനിൽ പോകുക, പാപം ചെയ്ത് നിൽക്കുന്ന മനുഷ്യനെ തേടി വരുന്ന ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആദമിനെ കണ്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഹല്ലേലൂയ, ആദമേ നീ എവിടാ? ചോദിച്ച് കാര്യം തിരങ്ങിയപ്പോൾ ഹല്ലേലൂയ കഴിക്കരുതെന്ന് പറഞ്ഞ ഹല്ലേലൂയ ഫലം കഴിച്ച് അനുസരണക്കേട് കാണിച്ച് മരത്തിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ഹല്ലേലൂയ ഒരു മൃഗത്തെ കൊന്നതിന്റെ തോലെടുത്ത് ഉടിപ്പിച്ച് നിർത്തിയിട്ട് തന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കൃത്യ കാര്യം മനസ്സിലായ ദൈവം അവനോട് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആരാണ് സ്ത്രീയുടെ സന്തതി? മറ്റാരുമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അവിടെ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അവിടെ മുതൽ മലാക്കി വരെയുള്ള പ്രവാചക പുസ്തകങ്ങളുടെ അവസാനം വരെ ഹല്ലേലൂയ ഈ സഭയെക്കുറിച്ചല്ല കൂടുതൽ വെളിപ്പെടുത്തുന്നത്, മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെളിപ്പെടേണ്ടത് ആരാണ്? ഹല്ലേലൂയ മർമ്മമാണ്. മർമ്മമാരാണ്? സഭയാണ്. സഭ നിശബ്ദമായി ഹല്ലേലൂയ രഹസ്യമായി മർമ്മമായിട്ടിരിക്കുക. മർമ്മത്തെ കുറിച്ചല്ല പറയുന്നത്, മഹിമാധനമെന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീണ്ട നൂറ്റാണ്ടുകൾ സഭയെ വെളിപ്പെടുത്തേണ്ടതിന് ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ആ വ്യക്തി ആദമായിരുന്നില്ല, ആ വ്യക്തി യേശുക്രിസ്തു ആയിരുന്നു. ആമേൻ. ആദമിനെ ദൈവം പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ മകൻ എന്നാണ്. ദൈവത്തിന്റെ മകനായ ആദം ദൈവത്തിന്റെ മകനിൽ നിന്ന് പിശാചിന്റെ മകനിലേക്ക് അധപ്പതിച്ചു പോയപ്പോൾ ദൈവത്തിന്റെ മക്കളെ ഈ കൂട്ടത്തിൽ നിന്ന് തിരിക്കേണ്ടതിനായി പിന്നെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരാളെയാണ്. ആ ആളുടെ പേര് യേശുക്രിസ്തു എന്നാണ്. യേശുക്രിസ്തു വെളിപ്പെട്ടാലേ അടുത്ത ദൈവ മക്കൾ പുറത്തു വരത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് ഈ സ്ഥലത്ത് സഭ വെളിപ്പെടുമെന്നുള്ളതിന് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത യേശുക്രിസ്തു എന്ന മഹിമാധനം വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് 100% ഉറപ്പ് സഭ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ ഞാൻ പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഭ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെട്ട കർത്താവിൽ ഹല്ലേലൂയ ആണ് നിങ്ങളുടെ ഉറപ്പിരിക്കുന്നത്, വിശ്വാസം ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങളുടെ അകത്തിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കർത്താവ് ഡിസൈൻ ചെയ്ത അവന്റെ മർമ്മത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ അറിയാത്ത ഒരാള് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇങ്ങനെ പണ്ട് ഒരാൾ പറഞ്ഞിരുന്നു. ആൾ പറഞ്ഞത് ആരാണ്? യോഹന്നാണ്. നിങ്ങൾ അറിയാത്ത ഒരുവൻ അതാരാണ്?
യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. 30 വർഷം ആ സ്ഥലത്ത് ജീവിച്ചു വളർന്നു വന്നിട്ടും ആ സമൂഹത്തിന് അറിയാത്ത ഒരുവൻ അവരുടെ ഇടയിൽ പതിയിരുന്നിട്ട് 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ തന്നെ റിവീൽ ചെയ്തപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പിതാവ് അഡ്രസ് ചെയ്ത് പുറത്തിറക്കിയതുപോലെ അതേ ക്വാളിറ്റി കുറയ്ക്കാതെ അതേപോലെ തന്നെ സഭയെയും പുറത്തു കൊണ്ടുവരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ വരവാണ്. പക്ഷേ അതിന് മുമ്പ് ഈ സൃഷ്ടി പ്രതീക്ഷിക്കുന്ന, ഈ ഭൂമി പ്രതീക്ഷിക്കുന്ന, ഈ അന്തരീക്ഷം കൊതിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. അത് പുത്രന്മാരുടെ സാക്ഷ്യമാണ്. ദൈവപുത്രന്മാരെ മുണ്ടക്കയും കാണാൻ ഹല്ലേലൂയ ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവപുത്രന്മാരെ ഹല്ലേലൂയ മുണ്ടക്കയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പുത്രന്മാരെയും കണ്ടിട്ടും കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആ വിഷയത്തെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, മറഞ്ഞിരുന്നതിനെ വെളിപ്പെടുത്താൻ, മറഞ്ഞിരുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഹല്ലേലൂയ, വെളിപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. 1-2 കാര്യം ഞാൻ അവിടെ നിന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ്. ആമേൻ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ട സമയങ്ങളിൽ ഹല്ലേലൂയ വരാൻ പറ്റുന്ന ഒരു സാഹചര്യവും അനുവദനീയമായിരുന്നില്ല. ആമേൻ. വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുവദനീയമല്ലാഞ്ഞിട്ടും യേശുക്രിസ്തുവിന്റെ വരവ് അങ്ങോട്ടോ, 1 സെക്കൻഡ് അങ്ങോട്ടോ 1 സെക്കൻഡ് ഇങ്ങോട്ടോ മാറ്റാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ, ഒരു സാമ്രാജ്യം അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ, മത നിയമങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ, കൃപായുഗത്തിൽ യേശു ജനിച്ചെന്നല്ല, ന്യായപ്രമാണത്തിന്റെ അവസാനമായി ജനിച്ച് ന്യായപ്രമാണത്തെ മാറ്റി യേശുക്രിസ്തു ഭൂമിയിലേക്ക് കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യയിൽ ഭൂജാതനായെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, നീയും ആ ആത്മാവിനാൽ പുറത്തു വന്നവനാണ്. 30 വർഷത്ത് ഈ ഭൂമിയിൽ ഹല്ലേലൂയ ആരുടെ മുമ്പിലും വെളിപ്പെടാതിരുന്നിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരം 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പൊതുവേദിയിൽ ദൈവം അവതരിപ്പിച്ചതുപോലെ ദൈവം നിന്നെയും അവതരിപ്പിക്കും. നീ ഒരുപാട് നാൾ പതുകിയിരുന്നെങ്കിൽ പേടിക്കണ്ട, ദൈവം നിന്നെ പുറത്തിറക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേടിനെ എൻ്റെ അകത്തേക്കിട്ട് ഞെരുക്കുക. ഹല്ലേലൂയ. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒതുങ്ങിയിരുന്നവൻ, ഹല്ലേലൂയ മറഞ്ഞിരുന്നവൻ പുറത്തു വന്നെങ്കിൽ അതേ പ്രൗഢിയോടുകൂടിയാണ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച അടക്കപ്പെട്ട് നിൽക്കുമ്പോൾ, പാപത്തിന്റെ ശക്തികൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ദ്രവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിന്റെ ശക്തിയെ പൊട്ടിച്ചുകൊണ്ട്, മരണശക്തിയെ പൊട്ടിച്ചുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നു. ആത്മാവിൽ പറയുന്നു, ഭൂമിയുടെ പുറത്തോ ഭൂമിക്കകത്തോ ഒതുക്കി വെക്കാൻ കഴിയാത്ത ഒരുവനാണ് നിന്റെ അകത്തിരിക്കുന്നതെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു സാധ്യതകൾക്കും നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ആവേശം കൂടുമ്പോൾ തന്നെ ഒരു സത്യോടെ വിളിച്ചു പറയാം, നിങ്ങൾക്ക് നിങ്ങളെ ഒതുക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ പറ്റും. ശിംശോന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത, ഹല്ലേലൂയ, അവനിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ പറ്റും. പക്ഷെ അവനൊന്ന് ഷടകൊണ്ട് എഴിഞ്ഞേറ്റ് കഴിഞ്ഞാൽ ഫെലിസ്ത്യ പട്ടാളക്കാർ കണ്ടം വഴി ഓടിയാൽ മതി, ഓടിച്ചിട്ട് പിടിയും പുള്ളി. ഹല്ലേലൂയ, അത്രത്തോളം അഭിഷേകം വഹിക്കുന്ന ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്, നീ അറിയാത്ത ഒരുവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. തമ്മിൽ നോക്കിക്കോ, നിങ്ങൾ അറിയാത്ത ഒരുവൻ എൻ്റെ അകത്തിരിപ്പുണ്ട്, എനിക്ക് അവനെ നന്നായിട്ട് അറിയത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ പുറത്തു വരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ആ വ്യക്തിയെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കുന്ന എൻ്റെ ഈ ശരീരം ബലഹീനമാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ശക്തനായ മനുഷ്യൻ ഇരിപ്പുണ്ട്.
ഹല്ലേലൂയ. നിങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അകാല പ്രജയായിരിക്കുന്ന, വലിപ്പത്തിൽ ചെറുതുള്ള, ഹല്ലേലൂയ, ശരീരത്തിൽ രോഗമുള്ള, ശരീരത്തിൽ പ്രയാസമുള്ള, ഒരുപാട് രോഗങ്ങളുള്ള ഒരു ശരീരത്തിൻ്റെ വ്യക്തിയായി നിങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ അകത്ത് ശക്തനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. പുതിയ നിയമ ഈ തലമുറയിലെ സഭയ്ക്ക് ഹല്ലേലൂയ അഭിഷിക്തനായ പൗലോസിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ കാലഘട്ടത്തിൽ ജഡത്തിൽ നിന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അകത്തെ മനുഷ്യന് റിവീൽ ചെയ്യപ്പെട്ട ഒരു ആത്മതലം അഭിഷിക്തനുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒന്നാം നൂറ്റാണ്ടിന് ശേഷം അപ്പോസ്തലനായ പൗലോസിനെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്ന് അഭിഷിക്തന്മാർ പ്രാപിച്ച വചന വെളിപ്പാടിനാൽ സഭ വളർന്നു നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള അകത്തെ മനുഷ്യനെ റിവീൽ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ ആള് മാറും. മുണ്ടക്കയത്തിന്റെ സാധ്യതകൾ ഒന്നും മാറത്തില്ല. നീ മാറിയാൽ മുണ്ടക്കയത്തിന്റെ ഫ്രെയിം മാറുന്ന കാണാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കോട്ടയത്തിന് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ? ലുലു മാള് കോട്ടയത്ത് ആരും കൂട്ടി നിൽക്കാത്ത കാലഘട്ടത്തിൽ ഹല്ലേലൂയ, ഒന്നുകൂടെ പുറകോട്ട് ഇറങ്ങി പറഞ്ഞാൽ യേശു ക്രിസ്തു ഹല്ലേലൂയ ഇതൊരു വലിയ മത നേതാവിനെ പിടിച്ച് അവന്റെ കയ്യിലല്ല ഏൽപ്പിച്ചേ, ആണോ? അല്ല. ഹല്ലേലൂയ, മുക്കുവന്മാരെ, സാധാരണക്കാരും സാമാന്യരുമായ ആൾക്കാരെ പിടിച്ച് അവരുടെ കയ്യിൽ ഈ സുവിശേഷം കൈകൊടുത്തു. ഹല്ലേലൂയ. എങ്ങനെ? ഹല്ലേലൂയ. ഫോൺ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണോ? അല്ല. ബൈക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണോ? വള്ളം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതുവഴി സഞ്ചരിക്കാനും തയ്യാറായിട്ടില്ല. പക്ഷെ ഹല്ലേലൂയ, അവരുടെ അകത്ത് വന്ന അഭിഷേകം അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറ്റിയെന്നാ. ഹല്ലേലൂയ. നിങ്ങൾ നേരെ തിരിച്ചാണ്. പുറത്തെ സാമ്പത്തികം കൊണ്ട്, പുറത്തെ സാഹചര്യം കൊണ്ട് അകത്ത് മാറ്റം നടക്കത്തില്ല. അകത്തത് കൊണ്ടാണ് നിന്നെ പുറത്ത് മാറ്റം വരുത്തുന്നത്. അത് മുണ്ടക്കയത്ത് സംഭവിക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്നത്തെ വചനചിന്തയ്ക്കകത്തേക്ക് കടക്കാം. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുന്നു എന്നൊരാശയത്തിനകത്ത് നിന്നാണ് പ്രസംഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അനുസരണം എന്ന വിഷയത്തെ ഞാനൊന്ന് തുടർന്നു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടട്ടെ. ഹല്ലേലൂയ. അല്പം പുറകോട്ടിറങ്ങി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഈ ആശയത്തെ തുടങ്ങാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വാക്യത്തെ അനുസരിച്ചു തന്നെ ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അത് ഏദൻ മുതലേ ഉണ്ടായിരുന്നു. എവിടം വല്ലുണ്ട്? ഏദൻ മുതലേ അന്ന് വെളിപ്പെട്ടു വന്ന ഓരോ വ്യക്തി, ഇപ്പം അബ്രഹാം മുതൽ അബ്രഹാമിന്റെ തലമുറകളിലേക്ക് വരുമ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ അവരുടെ ജീവിതത്തിലൂടെ കർത്താവ് റിവീൽ ചെയ്തിട്ടുണ്ട്. ആമേൻ. റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ വാക്യം നിങ്ങൾ ഈ വാക്യം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ റോമാലേഖനത്തിനകത്ത് തന്നെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ഞാൻ വായിച്ച വാക്യം, സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. നേരെ നിങ്ങൾ ഒന്നാം അധ്യായത്തിലേക്ക് വന്നു. 5-ാം വാക്യം ഒന്ന് വായി. 5-ാം വാക്യം 5, 6, 7. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന് കൃപയും. പൗലോസ് തന്നെ കുറിച്ച് പറയുകയാണ്, തന്നെ ഒരു അപ്പോസ്തലനാക്കി ദൈവം ജാതികളുടെ അപ്പോസ്തലനായി മാറ്റുന്നത് വിശ്വാസികളുടെ അല്ലെങ്കിൽ യഹൂദ വിശ്വാസികളുടെ ഉള്ളിലേക്ക് വിശ്വാസത്തിന്റെ അനുസരണം വരണത്തിനെ കുറിച്ചല്ല. താനിവിടെ പറയുന്നത് ജാതികളുടെ ഇടയിൽ, ഒന്ന് വായിക്കും, സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരേണ്ടതിന്. ഞാൻ ഇവിടുന്ന് മാത്രം എടുത്തു കാണിക്കുക. പല സ്ഥലങ്ങളിലും ഈ വേട് കിടപ്പുണ്ട്. പത്രോസിന്റെ എഴുത്തുകൾക്കകത്ത് കിടപ്പുണ്ട്. ഈ യാക്കോബിന്റെ
വെളിപ്പെടുത്തലിനകത്ത് ഈ വാക്ക് കിടപ്പുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു വേടാണ്. ജാതികളുടെ ഉള്ളിൽ വിശ്വാസത്തിന് അനുസരണം സംഭവിക്കാൻ പോവാം. ഇതിവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല പറയുന്നത്. പുറത്ത് ഇങ്ങനെയുള്ള വേടുകൾ ദൈവം തുറന്നു നൽകുന്നത് എന്തിനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു 10 ഹല്ലേലൂയ പറയാം. അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത്. നമുക്ക് ഇവിടെ തുടങ്ങുക. ഹല്ലേലൂയ. ജാതികളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ, പൗലോസിന്റെ പ്രാർത്ഥനകൾക്കകത്ത് മാത്രം ഇരുന്ന ഒരു വിഷയമാണ്. എന്താണ് വിഷയം? ഹല്ലേലൂയ. യെരൂശലേമും യഹൂദിയയും ശമരിയയും അപ്പുറത്തേക്ക് അപ്പോസ്തലന്മാര് പോലും സുവിശേഷത്തിന്റെ ശക്തിയെയും സാധ്യതയെയും തുറന്നു വിടാത്തപ്പോൾ അറേബ്യൻ മരുഭൂമിയിൽ പോയിരുന്ന് തനിക്ക് മുൻപേ അപ്പോസ്തലം സ്വീകരിച്ച ആൾക്കാരുടെ അടുക്കൽ പോകരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നിർബന്ധിക്കപ്പെട്ട് മരുഭൂമിയിലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അഭിഷക്തന്റെ മനസ്സിനകത്തേക്ക് വെളിപ്പാടിന്റെ പ്രകാശനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവം പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കൊണ്ടുവരിക. നിനക്ക് മുൻപേ അപ്പോസ്തലം പ്രാപിച്ചവർ, അവരോട് ഞാൻ കൊടുത്ത കൽപ്പന യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുക. യെരൂശലേമിൽ അവർ സുവിശേഷം പറഞ്ഞു. യഹൂദിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് സുവിശേഷമായി പോയി. ഹല്ലേലൂയ. ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ള ഹല്ലേലൂയ ആൾക്കാര് ഹല്ലേലൂയ അടുത്ത പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. ശമരിയിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. പക്ഷെ അടുത്തൊരു പട്ടണത്തിലേക്ക് സഭ കാലുവെക്കാൻ തയ്യാറാകുന്നില്ല. യെരൂശലേമിലെ സഭ കടന്ന് കറങ്ങുക. ആ സ്ഥലത്ത് ദൈവം അടുത്തൊരു സഭയെ അവിടെ എഴുന്നേൽപ്പിക്കുന്നു. ആ സഭയുടെ പേര് അന്ത്യോക്യ സഭ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിനകത്ത് ആ സഭയ്ക്കകത്ത് പ്രവാചകന്മാരുണ്ട്, ആ സഭയ്ക്കകത്ത് ഉപദേഷ്ടകന്മാരുണ്ട്, ആ സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാരുണ്ട്, ആ സഭയ്ക്കകത്ത് സുവിശേഷകന്മാരുണ്ട്, ആ സഭയ്ക്കകത്ത് ഇടയന്മാരുണ്ട്. ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരോട് സംസാരിക്കുകയാണ്. സുവിശേഷകന്മാരെ അവരെ വിളിച്ച വിളിയിലേക്ക് ആമേൻ നിയോഗിക്കുക. ഒരു നിയോഗം സുവിശേഷത്തിനായി ദേശങ്ങളിലേക്ക് നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണം. ശൗലിനെയും ബർന്നവാസിനെയും ശൗലിനെയും അവരെ വിളിച്ച വിളിക്കകത്തേക്ക് നിയോഗിക്കുക. ഹല്ലേലൂയ. ഇത് ആ മനുഷ്യരുടെ ഉള്ളിൽ വെളിപ്പെടുന്നത് അവിടുത്തെ പ്രവാചകന്മാരുടെ ഇഷ്ടമോ അപ്പോൾ സംസാരിച്ച പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മാത്രമല്ല, മുൻകൂട്ടി അപ്പോസ്തലന്റെ മനസ്സിനകത്ത് ഈ വെളിപ്പാട് കൈമാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ പറയും, ഞാൻ പ്രാപിച്ചത് മനുഷ്യനോട് പ്രാപിച്ചതല്ല, മനുഷ്യനിൽ നിന്ന് ഗ്രഹിച്ചതല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാടാണ് എനിക്ക് ലഭിക്കപ്പെട്ട സുവിശേഷം. ആമേൻ. അതുകൊണ്ട് എനിക്ക് മുൻപേ വന്ന അപ്പോസ്തലന്മാർ കോംപ്രമൈസ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ ഈ മതിൽ ചട്ടങ്ങളെ പൊളിക്കും. മനസ്സിലാകുന്നുണ്ട്? ചില ചട്ടക്കൂടുകളെ പൊളിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ അതിരുകൾ ആത്മാവിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഈ സഭകളെ മുഴുവൻ അത് ഹല്ലേലൂയ പട്ടണ സഭ മൊത്തമാകട്ടെ. കൈ ഉയർത്തി പറ, സുവിശേഷത്തിന്റെ സാധ്യതകളെ. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കാത്തലിക് ചർച്ചിനകത്ത് ഉണർവുണ്ടാകണം. അവിടുത്തെ അച്ഛന്മാരെ സുവിശേഷത്തിന്റെ പറയിപ്പി നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ചെയ്യുന്ന ദൈവമല്ലേ. ഹല്ലേലൂയ. ക്രിസ്ത്യാനി ഭൂമി മുഴുവനാകണമെന്ന് ഇന്ത്യ മുഴുവനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യമാകണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്? ഞാനൊരു കാര്യം കൃത്യമായി പറയാം. ഇവിടുത്തെ മത നേതാക്കന്മാർ തടഞ്ഞാലും, ഇവിടുത്തെ സാമ്രാജ്യ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തടഞ്ഞാലും ഇവിടെ സഭ ഒതുക്കപ്പെടത്തില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിലും പാസ്റ്റർമാർ
5ഉം 2ഉം 3ഉം വർഷങ്ങളായി തടവിലേക്ക് വിധിക്കപ്പെട്ട സമയത്ത് അതിനെക്കുറിച്ച് വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷകന്മാർ ഭയന്നുകൊണ്ടിരിക്കുമ്പോഴും സുവിശേഷത്തിന് ഭയമില്ല. നീ താഴെ വെച്ചാൽ 10 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. ഇത് പറയാതെ അങ്ങനെ ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരുപാട് സുഖങ്ങൾ ഉള്ളപ്പോഴും മാത്രമല്ല, ഒരു സുഖവും ഇല്ലാത്തപ്പോഴും യേശുവിന്റെ സുവിശേഷം ജീവിതമാക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകരെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു വലിയ കാറ്റ് ഈ ചർച്ചിനകത്ത് നിങ്ങളുടെ മേലും വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രസംഗിക്കുന്നു. ഒരാഗ്രഹം കൊണ്ട് പറയല്ല, ഉൾപ്രേരണ കൊണ്ട് ദൈവം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. എന്നോട് അകത്ത് തരുന്ന ഒരാശയം ഞാൻ പറയട്ടെ. സുവിശേഷം പറയാനുള്ള നിയോഗങ്ങൾ വെളിപ്പെടും. നിയോഗങ്ങളിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരാളെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ അറിയാതെ അവനോട് സുവിശേഷം പറയിക്കാൻ ദൈവം പറ്റും. ഒരാൾ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. ആളുടെ പേര് ശമൂവേൽ എന്നാണ്. കാലഘട്ടത്തിന്റെ പ്രവാചകനായി വിളിക്കപ്പെട്ടവനാണ്. പക്ഷെ ഇപ്പോൾ പ്രായം വളരെ ചെറുതാണ്. വിളി കേട്ടിട്ട് അന്തം മുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, ആരെ വിളിച്ചതെന്ന് അറിയത്തില്ല. ചെല്ലാനൊരു പേടി. മൂത്ത പ്രവാചകൻ ആകുന്ന ഏലി ഇച്ചിരി ചൂടുള്ള ആളാണ്. ഒരാൾ ഇരുന്ന് കരഞ്ഞപ്പോൾ, വേറെ ആരുമല്ല, അമ്മ ഇരുന്ന് കരഞ്ഞപ്പോൾ നീച സ്ത്രീയായി ചിത്രീകരിച്ച ആളാണ്. എങ്ങനെ പോയി ചോദിക്കാനാ? മിണ്ടാതിരുന്നു. വീണ്ടും ശബ്ദം കേട്ടു, മിണ്ടാതിരുന്നു. മൂന്നാമത്തെ ശബ്ദം കേട്ടപ്പോൾ ചെന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അവതരണത്തിൽ പറയാണ്, ചോദിക്കുകയാണ്, എന്നെ വിളിച്ചോ? ആദ്യത്തെ ശബ്ദത്തിൽ പോയി ചോദിച്ചു, കൃത്യമാണ്. പക്ഷെ നിങ്ങൾക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഹല്ലേലൂയ. ചോദിക്കുക, എന്നെ വിളിച്ചോ? പ്രവാചകന് മനസ്സിലായി, ഏലി പുരോഹിതന് മനസ്സിലായി, ഞാനല്ല വിളിച്ചത് മറ്റൊരാളാണ്. ഹല്ലേലൂയ. ഈ ഭാഗം ഉണ്ടല്ലോ, ഹല്ലേലൂയ, അറിയാതെ പറയാണ്. സ്വന്തം മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആരാധനയ്ക്കകത്ത് വരുന്ന മെയിൻ പാർട്ടിനെ മുപ്പല്ലി ഉപയോഗിച്ച് കുത്തുമ്പോൾ ചെയ്യരുതെന്നും അവരോട് പോലും പറയാതെ നിൽക്കുന്ന ഏലി അറിയാതെ പറയാണ്, നിന്നെ വിളിച്ചത് മറ്റാരുമല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ പട്ടണത്തിലുള്ള ചിലരെ നോക്കി നിങ്ങൾ പറയും, നിന്നെ ദൈവം വിളിക്കുന്നുണ്ട് എന്ന്. നിങ്ങളിൽ നിന്ന് തന്നെ അറിയാതെ ചില ഇൻസിഡന്റുകൾ ദൈവം നിയോഗമായി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കിക്കൊണ്ട് വരട്ടെ എന്ന് ഞാൻ പ്രത്യാശ ജനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ വാക്യത്തിനകത്തേക്ക് വരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ മാത്രമുള്ളപ്പോഴും സഭയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇല്ലാതിരിക്കെ, സഭയെ സൈലന്റ് ആക്കി വെക്കുമ്പോഴും, ഓരോ വ്യക്തികളുടെ ഉള്ളിലും സഭയെ വെളിപ്പെടുന്നതിന്റെ ദൃശ്യമായ അനുഭവങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇനി വാക്യത്തിലേക്ക് നമ്മൾ വരാൻ പോകുവാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞ പേര് കൊടുത്ത അനുഗ്രഹത്തിന്റെ കൂടെ അനുഗ്രഹിക്കുന്നതിന്റെ കൂടെ പറഞ്ഞ ഭാഗമാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചിട്ട് പറയാണ്, നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ സകല ജാതികൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. അല്ലേ? നീ ജാതികൾക്ക്. ഓക്കെ. ഗലാത്യ ലേഖനത്തിനകത്തേക്ക് വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. ആമേൻ. അബ്രഹാമിനോട് ഒരു സുവിശേഷം ആരറിയിച്ചു? മുൻകൂട്ടി ദൈവം തന്നെ അറിയിച്ചു. നിന്നിൽ സകല ജാതികളും. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാം എന്ന വ്യക്തിയെ നോക്കി ദൈവം ആഗ്രഹിച്ച കാര്യമാണ്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ആമേൻ. ഞാൻ ആ ദൂത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പിടിക്കാൻ പറ്റും? നിന്റെ പട്ടണക്കാർ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗ്രാമക്കാർ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന. ഇന്ന് ജാതികളുടെ മേൽ വിശ്വാസം നിമിത്തം ഒരു അനുസരണം എന്ന വിഷയം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ വാക്യത്തിൽ തുടങ്ങാതെ എനിക്ക് പോകാൻ കഴിയത്തില്ല. നിന്നിലൂടെ ജാതികൾ തുറന്നു വരും.
ഓ, അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറാകട്ടെ. മുണ്ടക്കയത്തിനകത്ത് ഒതുങ്ങിപ്പോയ ജാതിയിലേക്കും ഭാഷകളിലേക്കും ഒതുങ്ങിപ്പോയവരെ വിശ്വാസത്തിന്റെ അനുസരണത്തിന് കാരണമാകുന്ന ശബ്ദം നിന്റെ ഉള്ളിൽ നിന്ന് ദൈവം തുറന്നുകൊണ്ടിരാൻ പോവുകയാണ്. നീ ചെയ്യുന്ന കാര്യത്തിലൂടെ ദൈവം തുറന്നുകൊണ്ടിരാൻ പോവുകയാണ്. നീ ചെയ്ത അറ്റൻഡിലൂടെ ദൈവം തുറന്നുകൊണ്ടിരാൻ പോവുകയാണ്. ഇത് തന്നെയാണ് പൗലോസ് പിടിക്കുന്നത്. ഞാൻ ജാതികൾക്ക് വിശ്വാസത്തിന്റെ അനുസരണമാകേണ്ടതിന് എന്നെ ദൈവം അപ്പോസ്തലനായി തെരഞ്ഞെടുത്തു. റോമാലേഖനം 1:5 ഒന്നുകൂടെ വായിക്കാമോ? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ആ പൗലോസിന്റെ എഴുത്ത് നിങ്ങൾ വായിച്ചപ്പോ ശ്രദ്ധിച്ചോ? തന്നിലല്ല കോൺഫിഡന്റ് ആകുന്നത്, തന്നിലാണ് കോൺഫിഡന്റ് ആകുന്നത്. ഞാൻ ജാതികളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ അനുസരണം വരേണ്ടതിന് ഞാൻ അപ്പോസ്തലം പ്രാപിച്ചതിന്റെ പിന്നിലെ കാരണം യേശുക്രിസ്തു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ ഇടയിലും താൻ ദൈവപുത്രനെന്ന് നിർണയിച്ചു. അതുകൊണ്ട് ഞാനും ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരാൻ വിശ്വാസത്താൽ അപ്പോസ്തലം സ്വീകരിച്ചു. ആമേൻ. അങ്ങ് അബ്രഹാമിന്റെ തലയ്ക്ക് മീതിട്ട ഒരു ദൂത് താഴെ വന്ന ഒരാൾ പിടിക്കുകയാണ്. ആമേൻ. അന്ന് അബ്രഹാമിന്റെ മേലിട്ട ആ റിയാലിറ്റിയെ നടപ്പിലാക്കാൻ ഒരു അപ്പോസ്തലൻ. സത്യം പറഞ്ഞ ഇദ്ദേഹം ആരാണ്? കയ്യിൽ നല്ലൊരു ആളുണ്ട്, കയ്യിൽ അധികാരപത്രം മേടിക്കാൻ പറ്റുന്ന ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം പിടിച്ചോണ്ട് എങ്ങോട്ടാ? പുറത്തു വന്ന സഭയെ നശിപ്പിക്കാൻ തയ്യാറായ പരീശന്മാരിൽ കൊള്ളാവുന്ന ഒരുവൻ. അവന്റെ അകത്തുള്ള ആ പരീശ മനസ്സ് ദൈവം എടുത്ത് മാറ്റി, ന്യായപ്രമാണത്തിൽ ഊക്കം കൊണ്ട് അവന്റെ നീതി എടുത്ത് മാറ്റിയിട്ട് ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ കൃത്യമായി അവന്റെ മനസ്സിനകത്ത് ബോധ്യപ്പെടുത്തി ഹല്ലേലൂയ ആ വെളിപ്പാട് നിമിത്തം ജാതികളിൽ സംഭവിക്കാൻ പോകുന്ന വിശ്വാസത്തിന്റെ അനുസരണത്തിനായ അപ്പോസ്തലത്തിനകത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകും മറ്റവരുടെ കൂടെ കൂട്ടാതെ ദൈവം മാറ്റിവെച്ച എന്തിനാണ്? വേറിട്ട ഒന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, പലതിന്റെ കൂടെയും കൂടാതെ ദൈവം നിങ്ങളെ മാറ്റി നിർത്തിയത് മറ്റൊരു അറ്റംപ്റ്റിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരുപാട് സീക്രട്ടുകൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. നമുക്കൂടെ ഇഷ്ടം ഉണ്ടാകണം തുറന്നു വരണമെങ്കിൽ. ഒന്ന് ആഗ്രഹിച്ചാട്ടെ, സീക്രട്ട് വെപ്പണുകൾ ദൈവം എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. എന്നെ എക്സൈറ്റഡ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചതാണ്, ഒന്നുകൂടെ പറയാം. ഈ കാറ്റ് എവിടുന്ന് വരുന്നത്? ഞാൻ ഇതിന്റെ പുറകെ പോയി. ഈ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള വിഷയമാണ് ചെങ്കടലിന്റെ മീതെ അഞ്ഞടിച്ച കാറ്റ്. കാറ്റ് എവിടുന്ന് പറഞ്ഞ? കാറ്റ് സത്യത്തിൽ ഈ ഭൂമിക്ക് മേളിൽ കറങ്ങുന്നതാണ് കാറ്റ്. വായുമണ്ഡലത്തിന് മേളിൽ കാറ്റിന്റെ ശക്തി വളരെ കൂടുതലാണ്. ഹല്ലേലൂയ. 2000 കിലോമീറ്റർ വേഗത്തിൽ ആ കാറ്റിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവശക്തിയുണ്ട്. 2000 എന്നൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് നമുക്ക് 2000 ഒന്നും താങ്ങാൻ പറ്റും, ഭൂമിക്ക് താങ്ങാൻ പറ്റൂലെന്ന്. അതിനെ ഒരു ചെങ്കടലിന്റെ മീതെ അടിച്ച് ദൈവത്തിന് വഴി തുറക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോജിക്കിന് അപ്പുറത്തേക്ക് വിശ്വാസത്തെ പിടിക്കാൻ എത്ര പേർക്ക് പറ്റും? അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്. അവിടെ നമ്മൾ തുടങ്ങുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ മകനാകുന്ന ഇസ്ഹാക്കിന് ദൈവം ഒരു ഭാര്യയെ കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ
ഭാര്യയെ തെരഞ്ഞെടുക്കുന്നത് എവിടെയെന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ നടുവിൽ അതിന് കൃത്യം ഒരു മനുഷ്യനുണ്ട്. എലയാസർ നിൽപ്പുണ്ട് വീട്ടിലെ. ഹല്ലേലൂയ, കാര്യക്കാരനാണ്, കാര്യസ്ഥനാണ്. ഹല്ലേലൂയ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് ബൈബിളിനകത്ത് കാണാം. എൻ്റെ ഭാഷകൾക്കകത്തൂടെ ഞാനത് അവതരിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ചുറ്റും പാർക്കുന്ന ജാതീയ പട്ടണങ്ങളിൽ എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ തെരഞ്ഞു പോകരുത്. പിന്നെ എവിടെ പോണം? നാഹോരിന്റെ പട്ടണത്തിൽ എവിടെയുണ്ട്? അവിടെ ഉണ്ട് ഒരാള്. ആരാണ് ആള്? റിബേക്ക എവിടെ കിടപ്പുണ്ട്? നാഹോരിന്റെ പട്ടണത്തിനകത്ത് എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. ഒരു വിശ്വാസിയാണോ? വിശ്വാസിയാണോ? ഇല്ല, വിശ്വാസി കൂട്ടത്തിലല്ല. എന്നാ ജാതീയ പട്ടണത്തിൽ ഒത്തിരി ഉണ്ടല്ലോ, അവിടുന്ന് എടുത്താ പോരെ? അവിടുന്ന് എടുക്കരുതെന്നും, എന്നാൽ അബ്രഹാമിന്റെ ആ മുമ്പിലുള്ള ആ ചാർച്ചക്കാരിൽ തന്നെ പോയി എടുക്കണമെന്നും പറയുന്നു. എന്താ ഇതിന്റെ ലോജിക്ക്? എന്നാ ഞാൻ ഒരു ലോജിക്ക് പറഞ്ഞു തരാം. എൻ്റെ അകത്ത് ദൈവം പറഞ്ഞ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. അവരും ജാതിയാണ്, അഥവാ ദൈവം സഭയെ കൊണ്ടുവരുന്ന ഒരു സീക്രട്ട്, സഭ ജാതീയ അനുഭവത്തിനകത്തുനിന്നും യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ പുറത്തു വരുന്നതിനൊരു തെളിവ് ദൈവം അവിടെ ഒപ്പിക്കുകയാണ്, അവിടെ കൊണ്ടുവരുവാണ്. എന്നാ പിന്നെ ജാതിയാ, തൊട്ടടുത്ത് ജാതികൾ കിടപ്പില്ല, അവിടെ നിന്ന് എടുത്താൽ പോരെ? അവിടെ നിന്ന് എടുത്താൽ പോരാ. ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഒരു ദൈവം തെരഞ്ഞെടുത്ത ആ കുടുംബത്തേക്ക് തന്നെ നോക്കുക. ആമേൻ, ആമേൻ. എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട്? ദൈവം തെരഞ്ഞെടുത്ത കുടുംബത്തിനകത്ത് നിന്ന്, അവളും ജാതീയ അനുഭവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവൾക്കും ആ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല ഇതുവരെ. പക്ഷേ ഹല്ലേലൂയ, ഒരു കാലഘട്ടത്തിൽ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുകളയാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ ദൈവം ഹല്ലേലൂയ ഇസഹാക്കിന് ഭാര്യയെ തിരക്കി എലയാസറിനെ അയക്കുന്നതിന്റെ പിന്നിലെ കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ജാതിയിൽ നിന്ന് ദൈവത്തിന്റെ സഭ ഉരുവായി വരുമെന്നത് കൃത്യമായിരിക്കെ, ഹല്ലേലൂയ, അത് വെറുതെ വരുന്നതല്ല, ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിനകത്താണ്. എഫീസ് ലേഖനം വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എഫീസ് ലേഖനം വായിച്ചിട്ടുള്ള അതിനകത്ത് കിടക്കുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയാ തെരഞ്ഞെടുത്തു. നിങ്ങളിത് വായിക്കുമ്പോൾ അപ്പോസ്തലനെ തിരുത്താൻ തയ്യാറുണ്ട്. തെരഞ്ഞെടുത്തിട്ടല്ലേ അനുഗ്രഹിക്കേണ്ട? തെരഞ്ഞെടുത്തിട്ടല്ലേ, എന്നിട്ടല്ലേ മുൻനിയമിക്കണ്ടേ? പക്ഷെ ഓർഡർ തെറ്റിയിട്ടില്ല, ഓർഡർ തെറ്റിയിട്ടില്ല. അനുഗ്രഹിച്ചു തെരഞ്ഞെടുത്തെന്നാ പറഞ്ഞേക്കുന്നത്. അനുഗ്രഹിച്ചു തെരഞ്ഞെടുത്തു, അനുഗ്രഹിച്ചു തെരഞ്ഞെടുത്ത് മുൻനിയമിച്ചു. ഒരു പ്രവചന വാക്ക് വചനത്തിനകത്തുനിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം ഇറങ്ങിപ്പോന്ന ഭവനത്തിനകത്തേക്ക് തന്നെ ദൈവം എലയാസറിനെ വിടുന്നതിന്റെ പിന്നിലെ കാരണം ഒന്ന്, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഈ പട്ടണങ്ങൾക്കകത്ത് ദൈവിക തെരഞ്ഞെടുപ്പുള്ളവരിലേക്ക് ദൈവം നിങ്ങളെ അയക്കാൻ പോവുകയാണ്. യാക്കോബിന്റെ മേൽ ദൈവിക തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ദൃഷ്ടി അത്രത്തോളം യാക്കോബിന്റെ പിറകെ ഇറങ്ങുന്നത്. പകൽ ഈ ദൂതിന്റെ കട്ടി എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഈ ദൂതിന്റെ ഹെവി പ്രസൻസ് എത്ര പേര് മനസ്സിലാക്കുന്നു? മുണ്ടക്കയം പട്ടണത്തിനകത്തല്ല, കേരളത്തിന്റെ മണ്ണിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ജനം ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നതിന്റെ ഏജിൽ നീ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ അനുസരണം വെളിപ്പെടും. ഹല്ലേലൂയ. എലയാസർ കൃത്യം പട്ടണത്തിൽ ചെല്ലുമ്പോ അവളെ തന്നെ കണ്ടു. അവളെ അപ്പനെ കണ്ടെന്നാണോ? വെള്ളം കോരുന്ന ഇടയ്ക്ക് കൃത്യം ആരെ കണ്ടു? ഇവളുമായിട്ട് കൃത്യം എലയാസർ അപ്പന്റെ എടുക്കൽ ചെല്ലുന്നു. നിങ്ങൾക്കറിയാം ഭാഗാരം. ഇവരോട് പറയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇസഹാക്ക് കണ്ടിട്ട് പോലും ഇല്ല. ഉണ്ടോ? ഇസഹാക്ക് കണ്ടിട്ട് പോലും ഇല്ല. എലയാസർ എന്ന് ചോദിക്കുന്ന സമയത്ത് അവളുടെ അപ്പന് പറയാനുള്ളത്,
പെട്ടെന്ന് വിവാഹം നടക്കുമെന്ന് തോന്നില്ല. അവള് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകത്തില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പം ഹല്ലേലൂയ അപ്പന്റെ ചോദ്യത്തിന് മുമ്പ് ഇവള് ഹല്ലേലൂയ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുക. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത എലയാസറിന്റെ കൂടെ ഇസഹാക്കിലേക്ക്. എലയാസറിനെ ബൈബിൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലാണ്. ഇന്ന് പകല് ഞാൻ ആത്മാവിൽ പറയുന്നു, ഇസഹാക്കിലെ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് നിഴലാ. ഇസഹാക്ക് എന്ന യേശുക്രിസ്തുവിന് നിഴലാകുന്ന മണവാളന് വേണ്ടി ജാതീയ കുടുംബമാകുന്ന നാഹോരിന്റെ കുടുംബത്തിനകത്തുനിന്ന് ആ പെൺകുട്ടിയെ പരിശുദ്ധാത്മാവ് ഇറക്കിക്കൊണ്ടുവരുന്നത് പോലെ ഈ ദൂതിന്റെ ആഴം മനസ്സിലാകുന്നവർക്ക് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ആ പെൺകുട്ടിയുടെ മനസ്സിൽ അറിയാതെ ആഗ്രഹം ജനിക്കുകയാണ്. എൻ്റെ പ്രാണമണവാളന്റെ അടുക്കലാണ് ഇനി എൻ്റെ ജീവിതം. അതുകൊണ്ട് ഇനി എൻ്റെ ഭവനമാകുന്ന ഹല്ലേലൂയ ഈ നാഹോരിന്റെ പട്ടണത്തിലോ വീട്ടിലോ ഞാൻ നിൽക്കത്തില്ല, ഞാൻ പോകാൻ തയ്യാറാ. എങ്ങനെയാണ് ഇവളുടെ ഉള്ളില് ഈ ആഗ്രഹം ഉണ്ടാകുന്നത്? ഈ ആഗ്രഹത്തിന്റെ പേരാണ് ഞാനിവിടെ പറയുന്നത്, ജാതികളിൽ വിശ്വാസത്തിന്റെ അനുസരണം ഉണ്ടാകാൻ പോകും. ഈ ദൂതിന്റെ ഹെവി പ്രസൻസ് ഇവിടെയല്ല വെളിപ്പെടാൻ പോകുന്നത്, ദൂത് വെളിയിലാണ് വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ദൂത് ഇത്രയേ ഉള്ളൂ, നിന്നിലാ അനുഗ്രഹം പ്രാപിക്കുന്നത്, നിന്നിലാ അനുഗ്രഹം പ്രാപിക്കുന്നത്. അതായത് തുറന്നിട്ടത്, അബ്രഹാമേ നിന്നിലൂടെ, ഹല്ലേലൂയ പൗലോസേ നിന്നിലൂടെ ഇത് സംഭവിക്കും. അബ്രഹാമിന്റെ തലേ കൊടുത്ത ദൂതിനെ അപ്പോസ്തലന്മാർ പിടിക്കാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ യഹൂദ മതത്തിനകത്തും ഇസ്രായേൽ ജനഗോത്രങ്ങൾക്കകത്തും മാത്രം സുവിശേഷത്തെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിന്റെ മേൽ പകർന്നിട്ട് നീ ജാതികൾക്കൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ദൂതിനുമായിട്ട് അറേബ്യൻ മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരുവനെ പരിശുദ്ധാത്മാവ് അന്ത്യോക്യ സഭയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് ആ വിശ്വാസത്തിന് വേണ്ടി, ജാതികളുടെ വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പുറത്തേക്ക് ഇറക്കുന്നത് നമ്മൾ കാണുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യൂറോപ്യൻ പട്ടണങ്ങൾക്കകത്തേക്ക് പൗലോസ് നടന്നു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ജാതീയ പട്ടണങ്ങൾക്കകത്ത് വെളിപ്പെട്ട ആൾക്കാരുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നു. ഈ പട്ടണങ്ങൾക്കകത്ത് അങ്ങനെ സംഭവിക്കും. ദൈവത്താൽ അയക്കപ്പെടാൻ എത്ര പേര് തയ്യാറാണ്? പാസ്റ്ററാലല്ല, ദൈവത്താൽ അയക്കപ്പെടാൻ തയ്യാറാണ്. നിന്റെ കൂടെ ഒരു കൂട്ടുകാരി സഹകരിക്കുന്നുണ്ടെങ്കിൽ അവളെ നിന്റെ കൂടെ നിർബന്ധിച്ച് അയച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്റെ അയലോക്ക ഭവനത്തിന്റെ തൊട്ടടുത്ത് നിന്റെ ഭവനത്തെ ദൈവം കൊണ്ട് ഇട്ടതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ പട്ടണത്തിനകത്ത് നിന്നെ എഴുന്നേൽപ്പിച്ചത് നിർത്തിയതിന്റെ പിന്നിൽ കാരണമുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതിനകത്തെ നിത്യ നിയോഗങ്ങളെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകുന്നിടത്ത് അവന്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ ആരംഭിക്കുവാനുണ്ടാകും. ഒന്ന് രണ്ട് ശക്തമായ ദൂത് ഞാൻ പ്രസംഗിച്ചിട്ട ഭാഗത്തെന്ന് പറയാം. ഹല്ലേലൂയ, ആ പെൺകുട്ടിക്ക് ഇനി ആ സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം എന്താണ്? എലയാസർ വന്നു കഴിഞ്ഞിരിക്കുന്നു. എലയാസർ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇസഹാക്കിനെ കണ്ടോ കണ്ടില്ല എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. ഇസഹാക്കിനായി വേർതിരിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം മണവാളനായ യേശുക്രിസ്തുവിന് വേർതിരിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തി ഒരു സ്തോത്രം പറയാമോ? ഈ ദൂത് നിങ്ങൾ കേൾക്കുന്നതിനകത്ത് ഒരു അനുഗ്രഹമുണ്ട്. ഒരു കുടുംബത്തിനകത്ത് ഒരാഗ്രഹം ഉണ്ടായ ഒരു ക്ഷാമത്തിന്റെ ഭാഗമായിട്ട് അക്കരെ മോവാബിലേക്ക് യാത്ര ചെയ്യുന്ന എലിമേലെക്കിന്റെ കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. എലിമേലെക്കിന്റെ ഇത് മൊത്തം പറഞ്ഞു വരാൻ ഉള്ള സമയമില്ല. എലിമേലേക്ക് തന്റെ അനുജൻ, തന്റെ അമ്മ, തന്റെ അപ്പൻ മക്കളോൻ, തന്റെ അനിയൻ, തന്റെ അപ്പനാകുന്ന എലിമേലേക്ക്
അമ്മയാകുന്ന നവോമി. ഇവരെവിടെ പോവാ? എവിടെ പോവാ? ടൂറ് പോവാണ്. ടൂറാണോ? അല്ല, ദേശത്ത് ക്ഷാമം ഉണ്ടായി, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി. ഞാൻ വിറ്റുപെറുക്കിയെന്ന് വിശ്വസിക്കുന്നില്ല. തിരികെ വരുമ്പോ അവർക്ക് അവിടെ ഒരു വീടുണ്ട് അല്ലേ. ഇവര് എവിടെ പോവാ? മോവാബിൽ പോവാ. എവിടെയാണ്? എന്തിനാ പോകുന്നതിന് കാരണം? അപ്പത്തിന്റെ ഭവനം വന്ന ബേദലഹേമിൽ ക്ഷാമം തുടങ്ങി. 10 വർഷമാണ് ആ കുടുംബം അവിടെ പോയി താമസിച്ചത്. ആദ്യത്തെ വർഷം തന്നെ വീട്ടിൽ ശാപം കയറി. എലിമലേക്ക് മരിക്കുന്നു. മക്കളെ കൊണ്ടും മഹളോനെയും കില്യോനെ കൊണ്ടും ഓർപ്പ, രൂത്ത് എന്ന് പറയുന്ന 2 മരുമക്കളെ മോബാബിയ ജാതിയിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, മഹളോനും കില്യോനും പെടുമരണം സംഭവിക്കുന്നത് പോലെ മോബാബിൽ മരിക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് നവോമിയുടെ ഭവനം 3 സ്ത്രീകൾ മാത്രമായി അവശേഷിക്കും. ഇത് ചരിത്രം. ഇനി പറയാൻ പോകുന്ന വെളിപ്പാട്. ദൈവം യേശുക്രിസ്തു എന്ന വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു അല്ലേ. യേശുക്രിസ്തു എന്ന വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ കാണുന്നു അബ്രഹാമിന്റെ സന്തതികൾക്കും വാഗ്ദത്തങ്ങളെ കൊടുത്തു. അബ്രഹാമിന്റെ 430 കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തമെന്ന യേശുക്രിസ്തുവിനെ നീക്കുവാൻ തക്കവണ്ണം ദൈവം ഉറപ്പാക്കിയിട്ടില്ല. ഈ ഭാഗം മനസ്സിലായില്ലെങ്കിൽ അടുത്ത ഭാഗം ഞാൻ പറയുന്നത് ഒട്ടും മനസ്സിലാവില്ല. യേശുക്രിസ്തുവിന് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ആരാണ്? നമുക്ക് എടുക്കാം ഗലാത്യ ലേഖനം 3:15. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. റോസ് വായിച്ച ഭാഗം മനുഷ്യരെ കുറിച്ചാണ് വായിച്ചത്. എവിടെ? ആരെ കുറിച്ചാ? ദൈവത്തെ കുറിച്ചല്ല. ആരെ കുറിച്ചാണ്? മനുഷ്യരുടെ ഇടയിലെ നിയമത്തെ കുറിച്ചാണ് വായിച്ചത്. ഉറപ്പ് വന്ന ശേഷം അതിനെ ദുർബലമാക്കാനോ അതിനോട് കൂട്ടിച്ചേർക്കാനോ പറ്റത്തില്ല. ഇതൊരു ദൃഷ്ടാന്തമാണ്, ഉദാഹരണം പറഞ്ഞ. ഇനി റിയാലിറ്റി പറയാൻ പോവാ. വായിച്ചു. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അതാരാണ്? ക്രിസ്തു. വാഗ്ദത്തം ആരാണ്? ക്രിസ്തു. വായിക്കി. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ഇവിടെ മുമ്പ് ഉറപ്പാക്കിയ നിയമം ഏതാ? ദൈവം കൊടുത്ത വാഗ്ദത്തം. ദൈവം കൊടുത്ത വാഗ്ദത്തം എന്ന നിയമമായ, പുതിയ നിയമമായ യേശു ക്രിസ്തു. ആ നിയമത്തെ മാറ്റുവാൻ തക്കവണ്ണം 430 വർഷം കഴിഞ്ഞുണ്ടായ ന്യായപ്രമാണത്തെ ദൈവം ഉറപ്പാക്കിയിട്ടില്ല. അഥവാ പഴയ നിയമം എന്ന് പറയുന്ന ന്യായപ്രമാണത്തെ ദൈവം ഉറപ്പാക്കിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ആദ്യം കൊടുത്ത നിയമം അബ്രഹാമിനായിരുന്നു. ആ നിയമം എന്തുവാ? വാഗ്ദത്തമായിരുന്നു. വാഗ്ദത്തം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആമേൻ. ഇത്ര കട്ടിയായിട്ടും ചിന്തിക്കണ്ട. മരിച്ചു കിടന്ന ആദമിനെ നോക്കി പറയാം, നിന്നെ രക്ഷിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. അത് ന്യായപ്രമാണം അല്ല. അതാരാണ്? അത്രേ ഉള്ളൂ. അത് ഹവ്വയെ നോക്കി പറഞ്ഞ് സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു. അബ്രഹാമിനെ നോക്കി അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞു. ദാവീദിനെ നോക്കി ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞു. ഇതല്ല ആരാ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സാക്ഷാൽ സന്തതി. സാക്ഷാൽ സന്തതി ആരാ? അബ്രഹാം പോലും ഇസഹാക്കിനെ തിരിച്ചു പിടിച്ചത് യേശുക്രിസ്തുവിൻ എന്ന വാഗ്ദത്തത്തെ പറഞ്ഞോണ്ടോ. ഓക്കെ. ആ കാലഘട്ടത്തിൽ ജാതീയ പട്ടണങ്ങൾക്ക് വിടുതലുകളില്ല. ഉണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിലൂടെ പുറത്തു വന്ന, ഇസഹാക്കിലൂടെ പുറത്തു വന്ന, യാക്കോബിലൂടെ പുറത്തു വന്ന 12 ഗോത്രങ്ങൾ എന്ന ഇസ്രയേൽ എന്ന ജനത്തിന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ജാതിയുടെ
കൂട്ടത്തിൽ നിന്ന് സഭയിലേക്ക് വിശ്വാസത്തിന്റെ അനുസരണത്തിന് കാരണമാകുന്ന റാഹേൽ കൂടിയതുപോലെ അടുത്തൊരു വെളിപ്പാട് ഇവിടെ ദൈവം തുറന്നു കാണിക്കുകയാണ്. എലിമലേക്കും കുടുംബവും കാണിച്ച ഒരു അനുസരണക്കേട് ജാതീയ പട്ടണത്തിനകത്തൊരു വിശ്വാസത്തിന്റെ അനുസരണത്തിന് കാര്യമാക്കി മാറ്റുകയാണ്. മഹ്ലോൻ ആദ്യത്തെ ഭർത്താവ് മരിക്കപ്പെട്ടു. ആദ്യത്തെ നിയമം വന്ന ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്, നിയമത്തിന് കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മഹ്ലോൻ മരിക്കപ്പെട്ടെടുത്ത് ഒരു വീണ്ടെടുപ്പുകാരനാകുന്ന ബോവസിനെ ദൈവം കൊണ്ടുവരികയാണ്. എന്താണ് ദൈവം കാണിച്ചു തന്നത്? ന്യായപ്രമാണം ദൈവം കൊടുത്തു. ന്യായപ്രമാണം എന്തുവാ? 10 കൽപ്പനകൾ, 613 ഉപകൽപ്പനകൾ, ന്യായങ്ങൾ, വിധികൾ, സംഹിതകൾ ചേരുന്ന ഒരു മനുഷ്യൻ ആചരിക്കേണ്ട സർവ്വ നിയമങ്ങളെയും നിർമ്മിച്ചു നൽകിയിരിക്കുക. ആ നിയമത്തിനകത്ത് ക്ഷമയില്ല. ആ നിയമത്തിനകത്ത് ക്ഷമയില്ല. ആ നിയമം നിവർത്തിക്കപ്പെടുന്നവൻ നീതിയുള്ളവനായി തീരും. പക്ഷെ അതുമായിട്ട് മരിക്കപ്പെട്ടുപോയ ആദാമിയ തലമുറകൾക്ക് ബന്ധപ്പെടാൻ കഴിയത്തില്ല. ആ കാലഘട്ടത്തിലാണ് ഒരു കുടുംബം മോബാബിലേക്ക് ചെല്ലുന്നത്. മോബാബിലേക്ക് ചെല്ലാൻ നേരത്ത് ആ ബന്ധം പുലർത്തിയപ്പോൾ തന്നെ മരണങ്ങൾ സംഭവിക്കുവാനുണ്ടായി. ആദ്യം നിയമം തോറ്റുപോയി നിൽക്കുമ്പം ദൈവം അവരുടെ തലമുറയ്ക്കകത്ത് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഒരു പെൺകുട്ടി വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് കയറി വരിക. അവൾ പറയുന്ന വാക്കാ, എൻ്റെ ദൈവം നിന്റെ ദൈവം, നിന്റെ ജാതി എൻ്റെ ജാതി. എവിടുന്ന് കിട്ടുന്ന, എങ്ങനെയാ കിട്ടുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പറ ഹല്ലേലൂയ. എത്ര പാകപ്പിഴകളെ നന്നാക്കാൻ അറിയാവുന്ന ഒരു ദൈവം എനിക്കുണ്ട്. There is no plan B, there is a plan A. എ വെച്ച് തന്നെ പരിഹരിക്കാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ആദ്യ പദ്ധതി വെച്ച് തന്നെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത് കൊടുത്ത നിയമമാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ പൊക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ നിലനിന്നവർ തോറ്റുപോയപ്പോൾ കർത്താവ് പറയാ, ഇല്ല, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോറ്റുപോയ ആ സ്ത്രീ ഹല്ലേലൂയ രൂത്തുമായിട്ട് ബേത്ലഹേമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ മനുഷ്യന് അറിവ് കിട്ടി, ഒരുവൾ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവള് ഹല്ലേലൂയ ആ കുടുംബത്തെ അവിടെ സംരക്ഷിക്കാൻ തയ്യാറായവളാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ വലിയ ചരിത്രത്തെ അല്ല പറയുന്നത്, 2 പെൺകുട്ടികളുടെ അകത്ത് വന്ന തീരുമാനത്തെയാണ് പറയുന്നത്. ഒന്ന് റാഹേലിന്റെയും ഒന്ന് രൂത്തിന്റെയും. റാഹേലിന്റെ അകത്ത് തീരുമാനം ആ കുടുംബത്തോട് ചേരാൻ, വാക്തത്വമുള്ള തെരഞ്ഞെടുപ്പുള്ള അബ്രഹാമിന്റെ കുടുംബത്തോട് ചേരാൻ, ഹല്ലേലൂയ, ബേത്ലഹേമിൽ ജീവിച്ച അബ്രഹാമിന്റെ സന്തതി എന്ന ഹല്ലേലൂയ എലിമേലെക്കിന്റെ കുടുംബത്തോട് ചേരാൻ രൂത്തിനുണ്ടായ ആഗ്രഹം, ആ തീരുമാനം, അത് മുണ്ടക്കയത്ത് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഞാൻ പഠിച്ചുകൊണ്ട് വന്നതല്ല, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുക. പത്രോസിന്റെ ലേഖനത്തിന്റെ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ആദ്യ വാക്കിനകത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെ നീതിയാൽ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. യേശുക്രിസ്തു മൂലമുള്ള നീതി ഹല്ലേലൂയ യഹൂദ മതത്തിനോ ഇസ്രായേൽ എന്ന ജനത്തിനോ മാത്രമല്ല, അത് സർവ്വഗോത്രങ്ങൾക്കും ഭാഷകൾക്കും ഹല്ലേലൂയ ആയിപ്പോയ സർവ്വജാതികൾക്കും ഉള്ളതാ. അത് ഈ പട്ടണത്തിനും സംഭവിക്കും, സംഭവിച്ചേ പറ്റുള്ളൂ. എഴുന്നേറ്റ് ദൈവശാനത കർത്താവിനോട് പറ, കർത്താവെ, നീ പറഞ്ഞ ആശയം നിവർത്തിക്കാൻ തയ്യാറാണ്. ഏത് മനുഷ്യനെയും നോക്കി പൗലോസ് പ്രബോധിപ്പിക്കുന്നതിന്റെ പിന്നില് ക്രൈസ്റ്റ് അവന്റെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ്. ദൈവപുത്രന്മാരെ കർത്താവ് തേടുന്നു. ദൈവപുത്രന്മാർ വെളിപ്പെടാൻ വേണ്ടി
യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ അവതരിപ്പിച്ച ദൈവം വെയിറ്റ് ചെയ്യുന്നു അടുത്ത തലമുറകളെ കാണാൻ. മിറക്കിൾ ഹാർവസ്റ്റിന്റെ അടുത്ത തലമുറകളെ കാണാൻ കർത്താവ് വെയിറ്റ് ചെയ്യാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ആ ജാതീയ പെൺകുട്ടിക്ക് തെരഞ്ഞെടുപ്പിനാൽ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് സ്വീകരണം ലഭിച്ചതുപോലെ മോവാബിയ സ്ത്രീയായ രൂത്തിന് ദൈവത്തെക്കുറിച്ചൊരു ഉറപ്പുണ്ടായതുപോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന, ഹല്ലേലൂയ, ഈ വ്യക്തികളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അബ്രഹാമിയ അനുഗ്രഹത്താൽ ഈ പട്ടണങ്ങൾക്കകത്തേക്ക്, ജാതീയ പട്ടണങ്ങൾക്കകത്തേക്ക് വിശ്വാസത്തിന്റെ അനുസരണം വാതിൽ തുറന്നു വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഈ ദൂത് സഭയ്ക്കുള്ളതല്ല കേട്ടോ, സഭയോടുള്ളതാണ്. നിങ്ങളുടെ മേലുള്ള ദൂത്, നിങ്ങളുടെ മേലുള്ള ദൂത്. ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. വിവാഹങ്ങൾ നടക്കാൻ പോവുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നിന്റെ കുടുംബത്തിൽ വിവാഹങ്ങൾ നടക്കാൻ പോവുകയാണ്. നിന്റെ വീട്ടിനകത്ത് ആഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്. ആലോചനക്കാരനാകുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോകുന്നു. ആൻഡ് ഇത് പരിശുദ്ധാത്മാവ് എനിക്ക് സഭയോട് പറയുന്ന ദൂതാണ്. ഹല്ലേലൂയ, ഒരുപാട് നാളുകൾ കൊണ്ട് നീങ്ങിപ്പോയ വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കും. കൈ ഉയർത്തി പിടിച്ചോണം. നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത നന്മ നിന്റെ ലൈഫിനകത്തേക്ക് റിയലായിട്ട് വെളിപ്പെടുന്ന ഒരു വർഷത്തിനകത്ത് നിൽക്കുക. ഞാൻ ഈ കുടുംബ ബന്ധങ്ങളെ നോക്കിയ, ഭൗതിക നന്മകളെ നോക്കിയല്ല പറയുന്നത്. കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷത്തിനകത്താണ് നിൽക്കുന്നത്. കുടുംബത്തിനകത്ത് വിവാഹങ്ങൾ നടക്കപ്പെടാൻ പോകുന്ന ഈ സന്തോഷം മുട്ടിട്ട് വിരിയുന്നത് പോലെ നിന്റെ വീടിനകത്ത് നന്മയുണ്ടാകാൻ പോവുക. പിടിക്കണം കേട്ടോ, നന്നായിട്ട് പിടിക്കണം, നന്നായിട്ട് പിടിക്കണം. വാക്തത്വമുള്ളത് ജനിക്കുന്ന, വാക്തത്വമുള്ളത് വീട്ടിലേക്ക് വരുന്നത്, വാക്തത്വമുള്ളത് വീട്ടിൽ ജനിക്കുകയും വാക്തത്വമുള്ളത് വീട്ടിൽ വരികയും ചെയ്യുന്ന ഒരു വർഷത്തിനകത്താണ് നിൽക്കുന്നത്. ദ ഇയർ ഓഫ് ഫുൾഫിൽമെന്റ് നിന്റെ മേൽ ഇതിനാൽ സംഭവിക്കപ്പെടുകയാണ്. ഞാൻ ഈ ജനത്തെ നോക്കി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ജാതികളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ അനുസരണമെന്ന വിഷയം പ്രസംഗിക്കുമ്പോൾ ആത്മാവ് സഭയോട് സംസാരിച്ച വിടുതലിനായി സ്തോത്രം. കർത്താവേ, വാക്തത്വമുള്ളത് സഭയ്ക്കകത്ത് വരട്ടെ, വാക്തത്വമുള്ളത് സഭയ്ക്കകത്ത് ജനിക്കട്ടെ, വാക്തത്വമുള്ളത് വീട്ടിനകത്ത് വരട്ടെ, വാക്തത്വമുള്ളത് വീട്ടിനകത്ത് ജനിക്കട്ടെ. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ജാതികളുടെ അകത്ത് വിശ്വാസത്തിന്റെ അനുസരണത്തെ തുറക്കുന്ന ദൈവമാകയാൽ സ്തോത്രം.